ഹാൻസ് ചോദിച്ചത് നൽകാത്തതിന് ഇതര സംസ്ഥാന തൊഴിലാളിയെ കുത്തി പരിക്കേൽപ്പിച്ചു. കൊൽക്കത്ത സ്വദേശി ധനേശ്വറിനാണ് കുത്തേറ്റത്. ശങ്കരപുരം സ്വദേശി ബാലചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, നിരോധിത ലഹരി ഉൽപ്പന്നം ചോദിച്ചതിനാണ് ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് എത്തിയിരിക്കുന്നു. പരിക്കേറ്റയാളുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഗുരുതരമായി തന്നെ ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ധനേശ്വർ ബ്രഹ്മണ് കുത്തേറ്റിട്ടുള്ളത്. 48 വയസ്സുകാരനാണ്. മറ്റൊരു രോഗിയുമായി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിയതാണ് ഇദ്ദേഹം. ഇതിനെ തുടർന്ന് ഈ പറയപ്പെടുന്ന കേസിൽ പ്രതിയായിട്ടുള്ള അയാളെ ശങ്കരപുരം സ്വദേശി ബാലചന്ദ്രൻ മറ്റൊരാളുമായി ആശുപത്രിയിൽ എത്തുകയും അയാൾക്കൊപ്പം ആശുപത്രിയിൽ ചികിത്സാ നടപടികൾ നടക്കുന്നതിനിടെ ഈ ബാലചന്ദ്രൻ അവിടെ ബഹളം വെക്കുകയും പിന്നീട് സെക്യൂരിറ്റി ജീവനക്കാരും ആശുപത്രി അധികൃതരും ഇയാളെ പുറത്താക്കുകയും ചെയ്തു. ഈ സമയത്ത് ആശുപത്രി കോമ്പൗണ്ടിനടുത്തുള്ള ഫാർമസിക്കടുത്ത് ഇയാളുടെ മറ്റൊരു സുഹൃത്തെത്തി ഇയാളെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തുകയും ചെയ്തു. ഈ സമയത്ത് ഈ ഫാർമസിക്കടുത്തുള്ള സ്ഥലത്ത് നിൽക്കുകയായിരുന്നു ധനേശ്വറിനോട് ലഹരി പദാർത്ഥമായ ഹാൻസ് ഈ പറയുന്ന പ്രതി ചോദിക്കുകയായിരുന്നു. ബാലചന്ദ്രൻ ചോദിക്കുകയായിരുന്നു. പക്ഷേ അയാളത് നൽകാൻ തയ്യാറായുമില്ല. അത് ഇതേ ചൊല്ലി ഇയാൾ വാക്കുതർക്കമുണ്ടാവുകയും പ്രതി ഈ യുവാവിനെ കുത്തി പരിക്കേൽപ്പിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ കത്തിയെടുത്ത് കയ്യിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് കുത്തുകയും ദൃക്സാക്ഷികൾ അടക്കം ഇത് കാണുകയും പിന്നീട് കുന്നംകുളം പോലീസ് വേഗത്തിലെത്തി പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. ഗുരുതരമായി തന്നെ ഇദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ യുവാവിനെ മാറ്റിയിരിക്കുന്നത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് കുന്നംകുളം പോലീസ് പറയുന്നത്. പരിക്കേറ്റ യുവാവിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ശരി, ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.